നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ സ്വരാജിന്റെ വിജയമല്ല തോൽവി തന്നെയായിരുന്നു പിണറായിക്ക് വേണ്ടതെന്ന് ആരോപണം. വടകരയിൽ ശൈലജയെ കൊണ്ടു നിർത്തി തോൽപ്പിച്ച അതേ കളി തന്നെ പിണറായി നിലമ്പൂരിൽ പുറത്തെടുത്തുവെന്ന് പാർട്ടിയിൽ തന്നെ പൊട്ടിത്തെറി. മൂന്നാം തവണയും LDF സർക്കാർ അധികാരത്തിൽ എത്തുമെന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുകയേ ഉള്ളൂവെന്നാണ് സൂചന. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര്? അതിൽ ജനങ്ങൾ ഉയർത്തുന്ന പേര് KK ശൈലജ, പാർട്ടിയിൽ ബഹുഭൂരിപക്ഷം ഉയർത്തുന്ന പേര് സ്വരാജ്. റിയാസിന്റെ പേര് 7 അയലത്തു പോലുമില്ല. എന്നാൽ പിണറായിക്ക് മരുമകന് മുഖ്യമന്ത്രി കസേര കൊടുക്കാൻ മോഹം. അതിനുവേണ്ടി വഴിവെട്ടുകയാണ് പിണറായി എന്ന്. ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചു, സ്വരാജിനെ നിലമ്പൂരിലും നിർത്തി പൊട്ടിച്ചു. ഇരുവരും ജനകീയരല്ലെന്ന് വരുത്താനുള്ള നീക്കമാണ് പിണറായി നടത്തിയത്. ഒരു നിയമസഭാ കാലയളവിൽ 2 തോൽവിയാണ് സ്വരാജിന് വന്നിരിക്കുന്നത്. ഇതിലും വലിയ അടി കിട്ടാനില്ല. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയപ്പോഴേ സ്വരാജ് വലിഞ്ഞതാണ്. സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. നിന്നാൽ തോൽക്കുമെന്ന് സഖാവിന് നന്നേ അറിയാമായിരുന്നു. എന്നാൽ പിണറായി പറഞ്ഞതോടെയാണ് സ്ഥാനാർത്ഥിയാകാൻ സ്വരാജ് തയ്യാറായതെന്നാണ് വിവരങ്ങൾ. നിലമ്പൂരിൽ UDFന്റെ ശക്തി ലീഗാണ്. ആ വോട്ടുകൾ ഷൗക്കത്തിന്റെ പെട്ടിയിലേക്ക് വീഴും, താൻ 8 നിലയിൽ പൊട്ടുമെന്ന് അറിയാമായിരുന്നു സ്വരാജിന്. പിണറായിക്കും ഇതൊക്കെ കൃത്യമായി അറിയാം. എന്നിട്ടും സ്വരാജിനെ കൊണ്ടു നിർത്തി ബലിയാടാക്കി. CPMൽ ജനകീയരായിട്ടുള്ള നേതാക്കൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അതിലും തമ്മിൽ ഭേദം തൊമ്മന്മാരെ റിയാസിനു വേണ്ടി പിണറായി തന്നെ വെട്ടിയൊതുക്കുന്നു. ശൈലജയെ വടകരയിൽ നിർത്തി നാറിയ കളി മുഴുവൻ കളിച്ചത് CPMകാരാണ്. അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് പാർട്ടിയിലെ പലർക്കും അറിയാം. സ്വരാജിന്റെ കാലുവാരിയും കളിച്ചത് പിണറായി റിയാസ് കൂട്ടരാണെന്ന് CPMൽ തന്നെ പുകച്ചിലുണ്ട്. ഇനിയൊരവസരം കിട്ടിയാലും മുഖ്യമന്ത്രി കസേര റിയാസിന് കണി കാണാൻ കിട്ടില്ലെന്ന് പിണറായിയുടെ എതിർചേരിയുടെ നിലപാട്. CPMലെ ഒരു വിഭാഗം പിണറായിയുടെ കാലുവാരി റിയാസിനെ മൂടോടെ പിഴുതെറിയും. 2026 തെരഞ്ഞെടുപ്പ് CPMലെ പിണറായിസത്തിന്റെ അന്ത്യം കൂടിയാണെന്ന് സഖാക്കൾ തന്നെ വിധിയെഴുത്ത് നടത്തുന്നുണ്ട്. സ്വരാജിനെ തോൽപ്പിച്ചത് പിണറായിയാണെന്ന ആരോപണം വൻ പൊട്ടിത്തെറിക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. പാർട്ടി കേന്ദ്രങ്ങളിൽ വലിയ തീപ്പൊരിയാണ് വീണിരിക്കുന്നത്. മാത്രമല്ല CPM അനുകൂല സൈബർ ഗ്രൂപ്പുകളിലും ഇതേ വാദം ഉയർന്നിരിക്കുന്നു. പലരും പരസ്യമായി സൈബർ ഇടത്തിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. റെഡ് ആർമി ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് നന്ദിയുണ്ട് മാഷേ എന്നാണ്. അത് MV ഗോവിന്ദനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം ഗോവിന്ദൻ നടത്തിയ RSS പിന്തുണ പരാമർശം വൻ വിവാദമുണ്ടാക്കി. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്ന് സഹകരിച്ചുവെന്ന ഗോവിന്ദന്റെ വാവിട്ട വാക്ക് സ്വരാജിന് തിരിച്ചടിയുണ്ടാക്കി. എന്തിനു വേണ്ടിയായിരുന്നു ഗോവിന്ദൻ ഈ വിവാദം കത്തിച്ചുവിട്ടത്? അതും പിണറായിയുടെ നീക്കം തന്നെ ആയിരുന്നോ എന്നാണ് ചോദ്യം. കാരണം പിണറായിയുടെ റബ്ബർ സ്റ്റാമ്പാണല്ലോ ഗോവിന്ദൻ. മരുമകൻ റിയാസിന് മുൻപിൽ ഉണ്ടായിരുന്ന അവസാനത്തെ എതിരാളിയായ സ്വരാജിനെയും ഒതുക്കി. മരുമോനു വേണ്ടി വഴിവെട്ടി CPMന്റെ കൂര പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണഭൂതൻ. CPM കോട്ടകൾ വലിയ നിരാശയിലും പേടിയിലുമാണിപ്പോൾ. നിലമ്പൂരിലെ ഷൗക്കത്തിന്റെ ജയം ഇടത് സർക്കാരിനോടുള്ള ജനവിരുദ്ധ വികാരമാണെന്ന് UDF ഇപ്പോൾ പ്രസ്താവന നടത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ഗതിയെങ്കിൽ 8 നിലയിൽ CPM പൊട്ടുമെന്ന ഭീതി. സ്വരാജ് ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിലും നിലമ്പൂരിൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടത് CPM ആണ്. അൻവറിന് വോട്ട് കിട്ടുമെന്ന തിരിച്ചറിവിലാണ് CPM ജയപ്രതീക്ഷ വെച്ചത്. 19,000 വോട്ടിലധികം അൻവർ നേടിയിട്ടും 10,000-ലധികം വോട്ടിന് ഷൗക്കത്ത് ജയിച്ചു. നിലമ്പൂരിൽ ക്യാപ്റ്റനായി തിളങ്ങിയ പിണറായിക്ക് എല്ലാ അർത്ഥത്തിലും പിഴച്ചു. ഹിന്ദു വോട്ടുകൾ CPMനാണ് കിട്ടിയത് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും CPMനെ പ്രതീക്ഷയിലാക്കി. പക്ഷേ ഫലം തിരിച്ചായി. ഹിന്ദു മേഖലകളിലടക്കം ഷൗക്കത്ത് മുന്നേറി. കോൺഗ്രസ് വോട്ടുകൾ ഒന്നും ചിന്നിച്ചിതറിയില്ല. BJPയും 2021 വോട്ട് നിലനിർത്തി. എല്ലാ അർത്ഥത്തിലും CPMന് മാത്രമാണ് നിലമ്പൂരിൽ തിരിച്ചടി. ഭരണത്തിന്റെ വിലയിരുത്തലായി ഇത് മാറുമെന്ന CPM പ്രഖ്യാപനം ഇവിടെ പിണറായിക്ക് കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കും. ഇതിനെല്ലാം ഉപരി CPM സംഘടനാ സംവിധാനമാണ് ചോദ്യമുനയിൽ നിൽക്കുന്നത്. ബൂത്തുകളിൽ നിന്നും CPMന് ലഭിച്ച വോട്ട് കണക്കടക്കം തെറ്റി. ഒരിക്കലും ഇത്ര വലിയ തോൽവി CPM പ്രതീക്ഷിച്ചില്ല എന്നതാണ് വസ്തുത. ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസിനുള്ളിൽ ശത്രുക്കൾ ഉണ്ടെന്നാണ് CPM കരുതിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ വലിയ തോതിൽ അൻവർ പിടിക്കുമെന്നും കരുതി. പോത്തുകൽ പഞ്ചായത്തിൽ അൻവർ വലിയ ചലനമുണ്ടാക്കുമെന്ന് കരുതി.
നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അൻവറിസം ചലനമുണ്ടാക്കുമെന്നായിരുന്നു സഖാക്കൾ വിലയിരുത്തിയത്. ഇതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്ലാൻ തയ്യാറാക്കിയത്. BJPയുടെ ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുമെന്നും കരുതി. പക്ഷേ അതും ഉണ്ടായില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാളുകയായിരുന്നു പിണറായിയുടെ കണക്കുകൂട്ടലുകൾ. അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്നും എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യുമെന്നും CPM കരുതി. അവിടെയും തെറ്റി. സ്വരാജിന്റെ വീടിരിക്കുന്ന ബൂത്തിൽ പോലും CPMന് ലീഡ് ഉണ്ടാക്കാനായില്ല. വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ സ്വരാജിന് മേൽ ഷൗക്കത്തിന് മുൻതൂക്കം നേടാനായി. അങ്ങനെ CPM തളർന്നു വീഴുകയായിരുന്നു. തളർന്നു വീണതാണോ തളർത്തിയിട്ടതാണോ എന്നുള്ളത് ഇനി വരും സമയങ്ങളിൽ അറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ നിലമ്പൂരിൽ നല്ല പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് സ്വരാജ് ജയിക്കാൻ വേണ്ടിയല്ല, തോൽക്കാൻ വേണ്ടിയാണെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ഇപ്പോൾ ഒളിയം പെറിഞ്ഞിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ കളത്തിലിറക്കിയിട്ടും തോറ്റത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. പാർട്ടി സംവിധാനങ്ങളെല്ലാം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിച്ചിട്ടും അച്ചടക്കത്തോടെയും കാര്യക്ഷമമായും മണ്ഡലത്തിൽ കഴിഞ്ഞ 3 ആഴ്ചയും പ്രവർത്തിച്ചു. എന്നിട്ടും സിറ്റിംഗ് സീറ്റ് കൈവിട്ടത് വലിയ തിരിച്ചടിയാണ്. ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ പ്രചാരണം ശരിവെക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. പാർട്ടിക്ക് മാത്രമല്ല, സ്വരാജ് എന്ന നേതാവിനും തെരഞ്ഞെടുപ്പ് തോൽവി സമ്മാനിക്കുന്നത് വലിയ ക്ഷീണം തന്നെയാണ്. വ്യക്തിപരമായും സ്വരാജിന് ഈ ഫലം ആഘാതമുണ്ടാക്കുന്നതാണ്. സ്വന്തം നാട്ടിലെ തോൽവി എന്നതാണ് ആദ്യ കാരണം. 5 വർഷത്തിനിടയിലുള്ള 2ാം തോൽവി. ഇത് CPMലെ സ്വരാജിന്റെ ജനകീയ മുഖത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയും മങ്ങലുമാണ്. ഹിന്ദുക്കളുടെ വോട്ട് CPMനാണ് കിട്ടിയതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. BJPയുമായി ചേർന്ന് നിൽക്കുന്ന BDJSന്റെ നേതാവായാണ് പലരും വെള്ളാപ്പള്ളിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ RSS വോട്ട് കോൺഗ്രസിന് കിട്ടിയെന്ന് ഇനി പറയാനും കഴിയില്ല. സ്വരാജ് സ്വന്തം നാട്ടിലും വീണു. തൃപ്പൂണിത്തുറയിലെ സ്വന്തം MLA K ബാബുവിനെ 2016 അപ്രതീക്ഷിത പോരാട്ടത്തിൽ തോൽപ്പിച്ച് CPM സൈബർ സഖാക്കളുടെ കണ്ണിലുണ്ണിയായി സ്വരാജ്. പക്ഷേ 2021 ബാബു തൃപ്പൂണിത്തുറ തിരിച്ചുപിടിച്ചു. ഇതിന്റെ പേരിൽ സ്വരാജ് കോടതിയിൽ പോയി. പക്ഷേ അന്തിമ വിധി ബാബുവിന്റെ വിജയത്തെ അംഗീകരിക്കുന്നതായിരുന്നു. ഈ കോടതി തോൽവിക്ക് പിന്നാലെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പെത്തിയത്. PV അൻവർ നിയമസഭാ അംഗത്വം രാജിവെച്ചപ്പോൾ തന്നെ സ്വരാജ് നിലമ്പൂരിലേക്ക് ഓടി. അവിടെ നിറഞ്ഞു. എന്നിട്ടും വമ്പൻ തോൽവിയാണ് ഫലം. ഇതോടെ സ്വരാജിന്റെ ജനകീയ മുഖമാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം വിശദീകരിക്കുകയാണ് തൃപ്പൂണിത്തുറയിലെ സ്വരാജിന്റെ പഴയ എതിരാളി. വ്യക്തിപരമായി ജനങ്ങളുമായി സ്വരാജിന് ബന്ധമില്ല. സാംസ്കാരിക സാഹിത്യ നായകരെ കൊണ്ട് പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രം ആർക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജയം നേടാനാകില്ല. വേണ്ടത് ജനങ്ങളുമായുള്ള വ്യക്തിബന്ധമാണ്. തൃപ്പൂണിത്തുറയുടെ പ്രിയ നേതാവായി ബാബുവിനെ മാറ്റിയതും ഇതേ വ്യക്തിബന്ധമാണ്. നിലമ്പൂരിൽ അങ്ങനെ സ്വരാജ് തോൽക്കില്ല. സാംസ്കാരിക നായകരുടെയും എഴുത്തുകാരുടെയും വോട്ടുകൾ എണ്ണി തീർന്നിട്ടില്ല. ആ ഫേസ്ബുക്ക് ലൈക്ക് കൂടി എണ്ണി തീർന്നു കഴിഞ്ഞാൽ സ്വരാജ് തന്നെയായിരിക്കും നിലമ്പൂരിൽ ജയിക്കുന്നത് എന്നുള്ള ഒരു പരിഹാസം വന്നിട്ടുണ്ട്.